പ്രവാസി സുഹൃത്തുക്കളെ. നമ്മൾ പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ ദൃഹത്തിനും ഓരോ റിയാലിനും നാട്ടിൽ വലിയൊരു വിലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഏറ്റവും മികച്ച മൂല്യം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. പലപ്പോഴും തിരക്കിനിടയിലോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ നമ്മൾ ഒരുപാട് പണം വിനിമയ നിരക്കിലും സർവീസ് ചാർജിലുമായി നഷ്ടപ്പെടുത്താറുണ്ട്. ഈ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന റേറ്റിന് പണം അയക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ ബാങ്കിന്റെ ആപ്പ് വഴി പണം അയക്കും. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഓരോ എക്സ്ചേഞ്ചും ഓരോ ബാങ്കും നൽകുന്ന വിനിമയ നിരക്കിൽ വ്യത്യാസമുണ്ടാകും. ഒരു ദൃഹത്തിന് 1-2 പൈസയുടെ വ്യത്യാസം പോലും വലിയൊരു തുക അയക്കുമ്പോൾ നിങ്ങൾക്ക് നൂറുകണക്കിന് രൂപ നഷ്ടമുണ്ടാക്കാം. വർഷം മുഴുവൻ ഇതിങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഖ്യയായിരിക്കും. ഈ പണം നമ്മുടെ കയ്യിൽ വരേണ്ടതല്ലേ? നമ്മുടെ അധ്വാനത്തിന്റെ ഫലം ഇടനിലക്കാർ കൊണ്ടുപോകാൻ അനുവദിക്കരുത്. നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ വിനിമയ നിരക്കുകൾ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. പണം അയക്കുന്നതിന് മുമ്പ് ചുരുങ്ങിയത് 2-3 എക്സ്ചേഞ്ചുകളിലെയോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെയോ വിനിമയ നിരക്കുകൾ പരിശോധിക്കുക. ഇപ്പൊ ഒരുപാട് വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ ഈ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഗൂഗിളിൽ കാണിക്കുന്ന റേറ്റുമായിട്ട് ഏറ്റവും അടുത്ത് റേറ്റ് തരുന്ന ആരാണെന്ന് നോക്കിയതിനു ശേഷം അവരെ തിരഞ്ഞെടുക്കുക. അതേപോലെ മറഞ്ഞിരിക്കുന്ന ഫീസുകളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുക. ചില സ്ഥാപനങ്ങൾ ആകർഷകമായിട്ടുള്ള വിനിമയ നിരക്ക് കാണിക്കും, പക്ഷെ അവസാനം അവരുടെ സർവീസ് ചാർജ് വളരെയധികം വലുതായി. ചിലരാണെങ്കിൽ 0 ഫ്രീ എന്നൊക്കെ പരസ്യം ചെയ്യും, പക്ഷെ അവരുടെ വിനിമയ നിരക്ക് വളരെയധികം കുറവായിരിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് പണം അയക്കുമ്പോൾ ഇന്ത്യൻ രൂപയായിട്ട് എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പണം അയക്കുക. അതോടൊപ്പം തന്നെ വിനിമയ നിരക്കും സർവീസ് ചാർജും പരിഗണിക്കുക. അടുത്തതായിട്ട് സമയം വളരെ പ്രധാനമാണ്. വിനിമയ നിരക്കുകൾ എല്ലാ ദിവസവും ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ആഗോള സാമ്പത്തിക വാർത്തകൾ, എണ്ണവിലയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് വിനിമയ നിരക്കുകൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസം നോക്കി പണം അയക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ പണം അയച്ചാൽ കൂടുതൽ പണം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ അയക്കാൻ കഴിയും. അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ടുള്ള എക്സ്ചേഞ്ച് ഹൗസുകളെക്കാൾ മികച്ച നിരക്കിലും കുറഞ്ഞ ഫീസിലും പലപ്പോഴും ഓൺലൈൻ മണി ട്രാൻസ്ഫർ സേവനങ്ങൾ നൽകാറുണ്ട്. ചുരുക്കത്തിൽ നിങ്ങൾ പണം അയക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ തവണയും പണം അയക്കുമ്പോൾ നൂറുകണക്കിന് രൂപ ലാഭിക്കാൻ കഴിയും. ഈ ചെറിയ ലാഭങ്ങൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ അതൊരു വലിയ സമ്പാദ്യമായിട്ട് മാറും. നിങ്ങൾ സാധാരണയായിട്ട് ഏത് മാർഗമാണ് പണം അയക്കാൻ ഉപയോഗിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? അതേപോലെ നിങ്ങൾക്ക് മികച്ച നിരക്ക് നൽകുന്ന ഏതെങ്കിലും ആപ്പോ എക്സ്ചേഞ്ചോ അറിയാമെങ്കിൽ അതിനെക്കുറിച്ചും ഒന്ന് കമന്റ് ചെയ്യൂ. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. നാളെ നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രചാരമുള്ള ഒരു സമ്പാദ്യശീലമായിട്ടുള്ള ചിട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ ചർച്ച ചെയ്യാം.